ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം നമ്മുടെ ബേഡ്സിനെ വളർത്തുന്നവർക്ക് എപ്പോഴും വരുന്നൊരു പ്രശ്നങ്ങളിൽ ഒന്നാണ് പാമ്പ്, അതുപോലെ തന്നെ എലി, പാറ്റ, പല്ലി, ഉറുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം, അവരിൽ നിന്ന് എങ്ങനെ നമ്മുടെ ബേഡ്സിനെ രക്ഷിക്കാം എന്നുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കൂടെ തരിക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം പറയാൻ പോകുന്ന ഉറുമ്പിനെ കുറിച്ചാണ്. ഉറുമ്പെന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നം തന്നെയാണ്. അതായത് ബേഡ്സിനെ വളർത്തുന്ന എല്ലാവർക്കും ഒരു പ്രശ്നക്കാരനാണ് ഈ ഉറുമ്പ്. അത് പ്രശ്നം വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫുഡ് കൊടുക്കുമ്പം ഇവർ ഫുഡ് കൊത്തി കഴിക്കുമ്പം, അതായത് തെനയും സീഡ് മിക്സൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ളത് ചെതറിപ്പോയി നിലത്തൂടെ എല്ലാം കിടക്കുകയും ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ അത് തപ്പി പെറുക്കി തിന്നാൻ വേണ്ടി, തെന എടുക്കാൻ വേണ്ടി ഉറുമ്പ് വരും. അങ്ങനെയാണ് ഉറുമ്പ് നമ്മുടെ കൂട്ടിലോട്ട് വരുന്നത്. പിന്നെ ഉള്ളത്, നമ്മൾ കൂട് വൃത്തിയാക്കാതെ ഇട്ട് കഴിഞ്ഞാൽ പണി കിട്ടും, ഉറുമ്പ് വരും. എങ്ങനെയാണേലും നമ്മുടെ കൂട് എപ്പോഴും നല്ല വൃത്തിയാക്കി തന്നെ ഇടണം. പിന്നെ വരുന്നൊരു കാര്യം, നമ്മുടെ ബേഡ്സ് കൂട്ടിനകത്ത് ചത്തുപോയി കഴിഞ്ഞാൽ ആ ചീഞ്ഞ മണം അടിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു മണം അടിച്ചെന്ന് വരത്തില്ല. ചിലപ്പം ഇത് ചത്തു കഴിഞ്ഞാൽ അന്നേരം തന്നെ ഉറുമ്പ് പെട്ടെന്ന് വരും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേഡ്സ് എഗ്ഗ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ആ മുട്ടയ്ക്ക് ഒരു പൊട്ടലെങ്കിലും ഉണ്ടെങ്കിൽ ആ മണം അടിച്ചിട്ട് ഉറുമ്പ് വരും. ഉറുമ്പ് വന്നു കഴിഞ്ഞാൽ മുട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ ആ മുട്ട മുഴുവൻ തിന്നു തീർക്കും. അതിനകത്ത് കയറിയത് മുഴുവൻ തിന്നും. അതേപോലെ തന്നെ പേരൻസിനെ ഇവർ കഴിക്കാറുണ്ട് കേട്ടോ. ചില സമയങ്ങളിൽ പേരൻസ് അനങ്ങാതൊക്കെ ഇരുന്ന് ഈ അടയിരിക്കുന്ന സമയങ്ങളിലാണെങ്കിൽ ചിലപ്പോൾ ഇവർ അനങ്ങാതെ അങ്ങനെ ഇരിക്കും. അപ്പം ഇവരെ കയറി ഒരു 10-20 എണ്ണം 30 എണ്ണമൊക്കെ വന്നിട്ട് ഒരുമിച്ചായിരിക്കും അറ്റാക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവർക്ക് അനങ്ങാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അതിനകത്ത് തന്നെ വെച്ച് ഇവരെ അങ്ങ് കഴിക്കും. അതുമാത്രമല്ല, അതേസമയം ബ്രീഡിംഗ് ബോക്സിനകത്ത് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കിടക്കുവാണെങ്കിലും അവരെയും കഴിക്കാറുണ്ട്. നമ്മൾ ചില സമയങ്ങളിൽ ഫുഡ് കൊടുക്കുമ്പോൾ ഫുഡിൻ്റെ വേസ്റ്റ് കിടക്കുന്നതും, പിന്നെ എല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പൂത്ത് കിടക്കുന്നതും ഈ വൃത്തിയാക്കാതെ വരുന്നതാണ് മെയിനായിട്ട് ഉറുമ്പ് വരുന്നത്. അപ്പം എങ്ങനെ ഇവരെ ഒഴിവാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. വേറൊന്നുമില്ല, നമ്മുടെ കടയിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറുമ്പ് പൊടിയായിട്ട് നമുക്ക് കിട്ടും. ഒരു ഉറുമ്പ് പൊടി കിട്ടും. അത് മേടിച്ച് നമ്മുടെ കൂടിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ കൂടെ ഇടുക. അതായത് കൂടിനുള്ളിലോട്ട് വരത്തില്ലാത്ത രീതിക്ക് ഇടുക. കൂടിനുള്ളിൽ കുറച്ചൊക്കെ വന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ കൂടിനുള്ളിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ ബേഡ്സ് ആയതുകൊണ്ട് തന്നെ എല്ലാത്തിലും വന്ന് ഇവർ തലയിടും, എല്ലാം കഴിച്ചു നോക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് കൂടിനുള്ളിൽ വലിയധികം ഇടണ്ടെന്ന്. അപ്പം ഞാൻ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. എനിക്കിതുവരെ വലിയ പ്രോബ്ലം വന്നിട്ടില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, നമ്മൾ മുഖത്തൊക്കെ ഇടുന്ന പൗഡർ ഉണ്ടല്ലോ, അത് മേടിച്ചിട്ട് നമുക്ക് കൂടിനുള്ളിൽ കൂടെ ഇടാൻ പറ്റും. അതെന്താ കാരണമെന്ന് എനിക്കറിയത്തില്ല. അതിട്ട് കഴിഞ്ഞാൽ ഇവർ വരത്തില്ല കേട്ടോ. ഇവരുണ്ടെങ്കിൽ തന്നെ അവിടെ നിന്ന് മാറിപ്പോവുക ചെയ്യുന്നത്. അതിനെന്തോ സ്മെല്ലുള്ളതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പം അതറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റും കൂടെ ചെയ്യുക. അപ്പം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബേഡ്സിനും വലിയ പ്രോബ്ലം ഇല്ല, ഉറുമ്പും വരത്തില്ല. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാൻ പറ്റും. നമുക്ക് ഉറുമ്പിൻ്റെ തന്നെ ഒരു സൈസ് ചോക്ക് മേടിക്കാൻ കിട്ടും. ഉറുമ്പിൻ്റെ തന്നെ ഒരു ചോക്ക് കിട്ടും. ആ ചോക്ക് മേടിച്ചിട്ട് നമുക്ക് കൂടിൻ്റെ സൈഡ് വഴിയെല്ലാം വരച്ച് വെച്ച് കഴിഞ്ഞാൽ അവർ വരില്ല. അടുത്തത് പല്ലിയുടെ കാര്യം പറയാം. പല്ലി ഇതുപോലെ തന്നെയാണ്. നമ്മുടെ വലിയ ബേഡ്സിനൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എനിക്കങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല. ഫിഞ്ചസിനെ വളർത്തുന്ന സമയത്ത് നമുക്കിത് നല്ല രീതിക്ക് പണി കിട്ടും. അവരുടെ എഗ്ഗ് വന്ന് എടുത്തുകൊണ്ട് പോകും പല്ലികൾ. അത് കുഞ്ഞ് എഗ്ഗ് ആയതുകൊണ്ടായിരിക്കണം, എനിക്കറിഞ്ഞൂടാ. അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ഇവർക്ക് നമുക്ക് അതിൻ്റെ ഒരു വിഷമായിട്ട് കിട്ടും മേടിക്കാൻ. അത് വേണേൽ മേടിച്ച് വെക്കാം. പക്ഷേ അത് മേടിച്ച് വെച്ച് കഴിയുമ്പോൾ വേറൊരു പ്രശ്നമുണ്ട്. നമ്മൾ അബദ്ധവശാൽ വല്ല കൂടിനകത്തോട്ടോ എങ്ങനെയെങ്കിലും അവരുടെ ഫുഡിനടുത്തോ ചെന്ന് കഴിഞ്ഞാൽ ഇവർ വന്ന് തല പുറത്തോട്ടിട്ടാണേലും കുത്തി അത് കഴിച്ച് നോക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബേഡ്സ് മരിച്ചു പോകും. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ചോക്ക് മേടിക്കാൻ കിട്ടും. അത് മേടിച്ചിട്ട് വരച്ചാൽ മതിയാവും. അത് വരച്ചാലും പല്ലി ഒരു പരിധി വരെ വരത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിവിടെ അങ്ങനെ പല്ലി ശല്യമില്ല. അതും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ എലീനെയൊക്കെ പിടിക്കാൻ പറ്റുന്ന സൈസിലെ ഒരു പശ പോലിരിക്കുന്ന ഒരു പേപ്പർ പോലൊരു സംഭവം, അത് നമുക്ക് ഓൺലൈനിലാണെങ്കിലും വലിയ വിലക്കുറവിൽ നമുക്ക് കിട്ടും. അതിൻ്റെ ചെറുത് അത് മേടിച്ചിട്ട് വെച്ച് കൊടുത്ത് ഈ പല്ലി കറക്റ്റായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒട്ടിയിരിക്കുന്ന കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇവരെ ഒഴിവാക്കാം കേട്ടോ. അത് ഈ ഫിഞ്ചസിനെ വളർത്തുന്നവർക്ക് നല്ല രീതിക്ക് ഇവരുടെ ശല്യം കാണും. മുട്ട മുഴുവനായിട്ട് കൊണ്ട് തിന്ന് കളയും. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലവർ പറയുന്നത് കേട്ടിട്ടുണ്ട്, വെളുത്തുള്ളിയൊക്കെ ചതച്ച് സ്പ്രേ ചെയ്താലൊക്കെ വരാതിരിക്കുമെന്ന്. പക്ഷേ എനിക്ക് അങ്ങനെ നോക്കിയിട്ട് വലിയ പ്രയോജനമൊന്നും ഉള്ളതായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ വിഷം ഉപയോഗിക്കാൻ നേരെ ഇങ്ങനെയുള്ള കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അവരെങ്ങനെ ഒഴിവാക്കാൻ പറ്റും നമുക്ക്. പിന്നെ ഉള്ളത് പാറ്റയുടെ ശല്യമാണ്. പാറ്റയും ഇതുപോലെ തന്നെയാണ്, അത്യാവശ്യം ഒരു പ്രശ്നക്കാരൻ തന്നെയാണ്.
അപ്പോൾ പാറ്റാനെ എങ്ങനെ ഒഴിവാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. പാറ്റായ്ക്ക് നമുക്ക് ചോക്ക് മേടിക്കാൻ കിട്ടും. അതിൻ്റെ ചോക്ക് നമുക്ക് വേണമെങ്കിൽ എടുത്ത് കൂടിനുള്ളിൽ കൂടെയും വരയ്ക്കാം, വലിയ പ്രശ്നമൊന്നുമില്ല. ഇവർ കടിക്കില്ല എന്ന് നമുക്ക് ഉറപ്പുള്ളിടത്തൊക്കെ വരച്ച് വെക്കാം. നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമ്മുടെ പോട്ടിൻ്റെ വാതിലിലും അതിൻ്റെ സൈഡ് വഴി എല്ലാം വരച്ച് വെച്ചേക്കുന്നത് കാണാൻ പറ്റും. നമുക്ക് അങ്ങനെയാണെങ്കിലും വരയ്ക്കുകയൊക്കെ ചെയ്യാം, വലിയ കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിവിടെ പാറ്റയുടെ ശല്യം അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ, ചെറിയ നെറ്റ് കിട്ടും നമുക്ക്. പല്ലിയും പാറ്റയും അങ്ങനെയുള്ള വലിയ വലിയ സാധനങ്ങൾ കയറി വരാതിരിക്കാൻ വേണ്ടി ചെറിയ മെഷ് കിട്ടും. അത് മേടിച്ച് നമ്മൾ കൂടിനെ ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവരെ നമുക്ക് അത്യാവശ്യം ഒന്ന് ഒഴിവാക്കി നിർത്താൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചോക്ക് മേടിച്ച് വരയ്ക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് ആ പശയുള്ള സ്റ്റിക്കർ പോലത്തെ ആ പേപ്പർ മേടിച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവരെ പിടിക്കാൻ പറ്റും. കറക്റ്റ് എന്തെങ്കിലും ഒരു ഇച്ചിരി തീറ്റ എടുത്ത് കറക്റ്റ് നടുക്ക് വെച്ച് കൊടുത്താൽ മതി, അവർ വന്ന് കയറും അതിനകത്ത്. അപ്പം അങ്ങനെ നമുക്ക് അവരെ ഒഴിവാക്കാൻ പറ്റും. ഭയങ്കര ശല്യമായിട്ട് ഉള്ളവർക്ക് ഇത് നല്ല രീതിക്ക് ഉപകാരപ്പെടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് പറയാൻ പോകുന്നത് പാമ്പാണ്. പാമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വലിയ ശല്യമുള്ള ഒരു കേസല്ല. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ, ഞാൻ ഇത്ര വർഷമായിട്ട് ബേഡ്സിനെ വളർത്തിയിട്ട് ഇതുവരെ പാമ്പ് വന്നിട്ടില്ല. നമ്മുടെ വീടിൻ്റെ സൈഡ് വഴിയെല്ലാം വന്നിട്ടുണ്ടെങ്കിലും കേജിനകത്തോട്ട് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ നിങ്ങൾക്ക് വരുന്നുണ്ട്, ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ മെഷ് മേടിച്ചടിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉടക്കുവലയുണ്ട് ചെറുത്, അത് മേടിച്ചിട്ട് നമ്മുടെ കൂടിനെ ഒന്ന് കവർ ചെയ്തിട്ടാൽ ഇവർ കയറി പെട്ടെന്ന് അങ്ങ് കുരുങ്ങും. നമുക്ക് അങ്ങനെ വേണേൽ എടുത്ത് ഒഴിവാക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ മെഷ് മേടിച്ച് അടിക്കുക, വേറെ വഴിയൊന്നുമില്ല. എനിക്ക് അങ്ങനെ പാമ്പ് വരത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. വലിയ പാമ്പ് ശല്യമൊന്നും വന്നിട്ടില്ല എനിക്കിതുവരെ. പിന്നെ ലാസ്റ്റായിട്ടുള്ളത് നമ്മുടെ എലിയാണ്. എലി അത്യാവശ്യം കുഴപ്പക്കാരനാണ്. അതായത് ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടിനകത്ത് കയറി കിളികളെ കടിച്ച് കൊല്ലും, അവരെ വലിച്ച് പുറത്തോട്ടെടുക്കും. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. അതായത് ഇപ്പം നിങ്ങളുടെ കൂട് നിലം മുട്ടിച്ചാണ് വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ രാത്രി ഈ ബേഡ്സ് മിക്കവാറും സമയങ്ങളിൽ ഉറങ്ങുന്നത് കേജിൻ്റെ ഏതെങ്കിലും നെറ്റിൻ്റെ സൈഡിൽ പറ്റിച്ചേർന്നായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇവരുടെ ചിറകിലും കാലിലൊക്കെ പിടിച്ച് ഇവർ പുറത്തോട്ട് കടിച്ച് വലിച്ചെടുക്കും. അങ്ങനെ നമ്മുടെ ബേഡ്സ് മരിച്ചു പോകാറുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കൂടിനുള്ളിൽ കയറിയിട്ട് ഇവരെ കടിച്ച് കൊല്ലാറുമുണ്ട്. അപ്പോൾ ഇവരെ ഒഴിവാക്കാനുള്ളൊരു വഴി, ഒന്ന് നമുക്ക് ആ സ്റ്റിക്കി നോട്ട് വെക്കാൻ പറ്റും. സ്റ്റിക്കി നോട്ട് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള എലിയാണെങ്കിലും ചെറിയ എലിയാണെങ്കിലും അതിനകത്ത് കയറും, നമുക്കെടുത്ത് മാറ്റി കളഞ്ഞാൽ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ മെഷ് മേടിച്ചിട്ട് പുറം വഴി അടിച്ചു കൊടുക്കാം. അല്ലാതെ ഉടക്കവലയൊന്നും ഇടാൻ പറ്റത്തില്ല, കാരണം അവർ കടിച്ച് കീറി കളയും. അപ്പം മെഷ് മേടിച്ചിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷമാണെങ്കിലും മേടിച്ച് വെക്കാൻ പറ്റും. പക്ഷേ കൂടിനുള്ളിലോട്ട് ചെല്ലത്തില്ലെന്ന് ഒരു 100% ഉറപ്പിച്ചിട്ട് വേണം വെക്കാൻ. എങ്ങനെയെങ്കിലും ഒരു കഷ്ണമെങ്കിലും അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ബേഡ്സ് ഉറപ്പായിട്ടും എടുത്തത് കഴിക്കും, മരിച്ചും പോവും. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. മിക്കവാറും നമ്മൾ സ്റ്റിക്കി പേപ്പർ വെച്ച് തന്നെ ഒഴിവാക്കുന്നതായിരിക്കും എനിക്ക് തോന്നുന്നു നല്ലത്. അത് വെച്ച് കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും വന്ന് കയറും അതിനകത്ത്. നമ്മളെന്തെങ്കിലും ഒരു ഫുഡ് എടുത്ത് നടുക്കായിട്ട് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിനകത്ത് വന്ന് കയറിക്കോളും. പിന്നെ നമുക്ക് അവരെ കൊല്ലേണ്ട ആവശ്യമില്ല, എവിടെയെങ്കിലും കൊണ്ടൊന്ന് അവരെ ഒന്ന് തുറന്നു വിട്ടേച്ചാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു എലിപ്പെട്ടിയോ വല്ലതും വെച്ച് കഴിഞ്ഞാൽ അവരെ അങ്ങനെയാണെങ്കിലും പിടിച്ചിട്ട് എടുത്ത് നമുക്ക് ഒഴിവാക്കി കൊണ്ടുവിടാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മൾ ആ പേപ്പർ, ആ ഒട്ടുന്ന പേപ്പർ വെച്ച് കൊടുക്കുമ്പം കൂടിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക. അതായത് നമ്മുടെ പല്ലിയും പാറ്റയൊക്കെ വരുന്ന ആ റൂട്ടിൽ കൂടിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേഡ് അതിനകത്ത് കയറി ഒട്ടിപ്പോയി കഴിഞ്ഞാൽ ഫുള്ളായിട്ടും ഫെദർ അതിനകത്ത് ഒട്ടിപ്പിടിച്ച് അവർ ചിലപ്പോൾ ചത്തു വരെ പോയേക്കാം. അതുകൊണ്ട് കൂടിനുള്ളിൽ ഒരു കാരണവശാലും അത് വെച്ച് കൊടുക്കരുത്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. ഞാൻ ഏറ്റവും കൂടുതൽ ബേഡ്സിനെ കുറിച്ചാണ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറ്. നിങ്ങൾക്ക് ബേഡ്സിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് വന്നിട്ട് എന്നോട് ചോദിച്ചാലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെയും കൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.